الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ കാണാം: അന ഇൻദ ളന്നി അബ്ദി ബി. മുഅ്മിനീങ്ങളായ അടിമകൾ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിലയിരുത്തുന്നത്, ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്ന്. ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം മുഅ്മിനീങ്ങളായ ആളുകൾ ആ മരണപ്പെട്ട വ്യക്തിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യതയുടെ അടയാളമാകുന്നു എന്ന്. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സർട്ടിഫിക്കറ്റുകൾ, ഒന്ന് അവൻ്റെ മരണം വർണ്ണിക്കാൻ കഴിയുന്ന തരത്തിലാവുക, അതിനെയാണ് നമ്മൾ നല്ല മരണം എന്ന് പറയുന്നത്. വാപ്പ മരിച്ചു, അങ്ങനെ നമ്മൾ ദുആ ചെയ്യാനും മയ്യത്ത് നിസ്കരിക്കാനും ഒക്കെ വേണ്ടി ചെന്നു. മോനോട് ചോദിച്ചു, എന്തായിരുന്നു വാപ്പാക്ക് ദണ്ണം എന്ന് ചോദിച്ചു. അതിൽ മോൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വാഖീൻ തബാറക്കൊക്കെ ഓതി, യാസീൻ ഓതി ദോരന്ന് ഇശ വാങ്കൊടുത്ത ഉടനെ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് മൂത്രമൊഴിച്ച് ഒതുണ്ടാക്കി കിടക്കാൻ പോയോടത്തുനിന്ന് എനിക്കെന്തോ ഒരു സുഖല്യായി ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഓടിച്ചെന്ന് കട്ടിലുമൊക്കെ എടുത്ത് കിടത്തി പടിഞ്ഞാട്ട് തിരിഞ്ഞിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്ക മൂന്നോട്ടം പറഞ്ഞങ്ങാണ്ട് പിന്നെ ഒരു ശ്വാസം ഒന്നിങ്ങനെ വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയില്ല എന്ന് പറയുമ്പോൾ സംഗതി പറയണത് മരിച്ചതാണെങ്കിലും പറയണതിനൊരു സുഖമുണ്ട്, കേൾക്കണതിനൊരു സുഖമുണ്ട്. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ദുന്യാവെന്ന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്ന നല്ല മരണം. രണ്ടാമത്തതാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ നല്ലത് പറയുക എന്നത്. ചില സ്ഥലത്ത് നമ്മൾ മരിച്ചോടത്ത് പോകും. മരിച്ചോടത്ത് എന്നാൽ മയ്യത്തൊക്കെ കണ്ട് ദ്വായൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ പറയും, എന്തോരം നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, മുഖത്ത് കണ്ട് നോക്കിയാൽ മരിച്ചു എന്ന് തോന്നൂല, ചിരിച്ചിങ്ങനെ കിടക്കാന്നേ തോന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് അയാൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. ചില സ്ഥലത്ത് മരിച്ചോടത്ത് പോയാൽ പോരുമ്പോൾ പറയും, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടണ്ട മരിച്ചില്ലേ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെയാണ് മോശപ്പെട്ട മരണം എന്ന് പറയുന്നത്. അപ്പം മുഅ്മിനീങ്ങളായ ആളുകൾ 2 വർഷമായി ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഖൈറായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നത് ജീവിതം ഖൈറായിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വളരെ താഴേക്കിടയിലേക്ക് ഇറങ്ങി നോട്ടീസ് ഒട്ടിച്ച് ബക്കറ്റ് പിരിവൊക്കെ നടത്തി അങ്ങനെ പ്രവർത്തിച്ച ഒരാളല്ല. നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടുകൂടി ആകർഷണീയമായ തരത്തിൽ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനുമല്ല. അതേസമയത്ത് കേരളത്തിലെ ഏറ്റവും ആകർഷണീയനായ ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റിയ പേര് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്നാണേനും. ഈ പറയപ്പെട്ട കാര്യമൊന്നും ഇല്ലേനും, എന്നാൽ പേര് പറയാൻ പറഞ്ഞാൽ ഹൈദർ അലി ശിഹാബ് തങ്ങളെ പേരാണ് പറയും ചെയ്യുക. അപ്പോൾ പിന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേകത എന്തായിരുന്നു എന്നതാണ് പഠിക്കേണ്ടത്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായ ഉടനെ എറണാകുളത്ത് നടത്തിയ മഹാനവറുകളുടെ വലിയൊരു അനുശോചന അനുസ്മരണ പരിപാടിയിൽ ഒരുപാട് പ്രധാനികളായ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. ഞാനത് നേരത്തെ കേട്ടിരുന്നു. ഈ അടുത്ത് ഈ പരിപാടി KKS തങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഒന്നുകൂടിയും കേട്ടു.
എല്ലാവർക്കും ഈ 2 മിനിറ്റ് 3 മിനിറ്റാണ് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത്. എല്ലാവരും പറയുന്നത് സൗമ്യശീലനായിരുന്നു എന്നൊരു വാക്കാണ്. സത്യത്തിൽ അത് തസവുഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. സൗമ്യശീലനായിരുന്നു എന്ന ഒരു വാക്ക്. നിലപാടുകളിൽ വെച്ച് ഏറ്റവും വലിയ നിലപാട് മിണ്ടാതിരിക്കുക എന്നുള്ള നിലപാടാണ്. വർത്തമാനം പറയാന്നുള്ള നിലപാടല്ല. പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ ഒരു വയ്യൂല്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ പറയാൻ കഴിയും. അധിക സമയവും സംസാരിക്കാതിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്നതാണ്. മൗനം വാചാലമാക്കുക എന്നാണ് അതിന് പറയുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹിയയിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. മൻ സമത നജ, മൗനിയായ ആൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വാചാലമായി സംസാരിക്കുക, ധാരാളമായി സംസാരിക്കുക, അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരനായിരുന്നില്ല യഥാർത്ഥത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ. എന്നാൽ തങ്ങളെ ജനകീയമാക്കിയത് മിണ്ടാതിരുന്നു എന്ന് തന്നെയാണ്. ഇതെല്ലാം ചേർന്ന ഒരു മഹത്തായ സ്വഭാവത്തെയാണ് നമ്മൾ തസവുഫ്, സൂഫിസം എന്നെല്ലാം പറയുന്നത്. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അതിൽ വളരെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആളാണ് എന്ന് മനസ്സിലാക്കാൻ ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങി വെച്ച മജ്‌ലിസുന്നൂറിന്റെ സദസ്സിന്റെ എണ്ണം മാത്രം എടുത്താൽ മതി, വേറൊന്നും എടുക്കേണ്ടി വരില്ല. ഒരു മനുഷ്യന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം 2 പേർക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, മജ്‌ലിസുന്നൂർ എന്ന ബദരിയത്തുൽ മങ്കൂസിയയുടെ രചയിതാവായ കോഡൂർ നിവാസിയായ പഴയകാല 100 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുത്ത മുഹമ്മദ് മുസ്ലിയാർ എന്ന വലിയൊരു മുദരിസ്. രണ്ടാമത് ആ ഭാഗ്യം കിട്ടിയ ആള് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന നമ്മുടെ സമുന്നതനായ നേതാവിനാണ്. ഒരു മനുഷ്യൻ കുറഞ്ഞ കാലം കൊണ്ട്, നമ്മളിപ്പോൾ റജബ് ഷാബാനിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റജബും ഷാബാനും ബറക്കത്തിൻ്റെ മാസമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് ദുആ ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുള്ള മാസമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് ബറക്കത്തുള്ളതായിരുന്നു എന്നതിൻ്റെ അടയാളം മരിച്ചാലും മരിക്കാതിരിക്കലാണ്. ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളം മരിക്കണതിൻ്റെ മുന്നേ തന്നെ ആൾ മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവും. 100 കൊല്ലം ജീവിച്ച് മരിക്കണതിൻ്റെ മുന്നേ തന്നെ മരിച്ച ആൾക്കാരുണ്ട്. മരിച്ചാലും മരിക്കാതെ ജീവിക്കുന്ന ചില ആളുകളും നമുക്കിടയിൽ കാണാൻ പറ്റും. മരിച്ചിട്ടും വഫാത്തായിട്ടും വഫാത്താകാതെ ജീവിക്കുന്ന ഒരാളായി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മാറിയിട്ടുണ്ട്. ഒരിക്കലേ തൃപ്പനച്ചി ഉസ്താദിൻ്റെ ആണ്ട് പരിപാടിക്ക് പോയപ്പോൾ മഹാനായ ചെറുശ്ശേരി ഉസ്താദായിരുന്നു അന്ന് അവിടെ പ്രസംഗത്തിനുണ്ടായിരുന്നത്. ഒരായത്തുദ്ധരിച്ചുകൊണ്ടാണ് തൃപ്പനച്ചി ഉസ്താദിനെ അനുസ്മരിച്ചത്. നിങ്ങൾ കാണുന്നില്ലയോ, ഭൂമി ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നതായി നിങ്ങൾ കാണുന്നില്ലയോ എന്ന ആയത്തുദ്ധരിച്ചു. എന്നിട്ട് ഉസ്താദ് അത് വിശദീകരിച്ചു. ഭൂമി ചുരുങ്ങി ചുരുങ്ങി വരുന്നതായി കാണാൻ ഇങ്ങക്ക് മോത്ത് കണ്ണില്ലേ എന്നാണ് ഈ ചോദിച്ചതിൻ്റെ അർത്ഥം. ഉസ്താദ് അങ്ങനെ പ്രത്യേകമായ ഒരു ശൈലിയിലാണ് അർത്ഥം വെക്കുക. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, അവലം യറൗ, ഓൽക്കെന്താ മോത്ത് കണ്ണില്ലേ? ശരിക്കും നേർക്ക് നേരെ അർത്ഥം അവലം യറൗ, അവർ കാണുന്നില്ലയോ എന്നാണ് നമ്മൾ ചൊറുക്കിലർത്ഥം വെച്ചാൽ. മോത്ത് കണ്ണില്ലേ എന്ന് അതിൻ്റെ മലയാളം. ഏത് മലയാളം? മലപ്പുറം മലയാളം. അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോണത് കാണാൻ മോത്ത് കണ്ണില്ലേ എന്ന് ചോദിച്ചു. സംഗതിയിൽ ഭൂമി ചുരുങ്ങണില്ലല്ലോ. മഴക്കാലത്ത് വെള്ളം കയറി വേലിയേറ്റുണ്ടായി കടലെടുക്കുക എന്ന് നമ്മൾ പറയും. കടലെടുത്തു പറഞ്ഞാൽ ചുരുങ്ങണില്ല, കടലുണ്ടല്ലോ, ചുരുങ്ങി പോയിട്ടില്ലല്ലോ സംഗതി. പിന്നെ ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനോട് തുല്യമായതോ അതിനെ മറികടക്കുന്നതോ ആയ വേറൊന്ന് പകരം വരുന്നില്ല എന്നതാണ്. ഓരോന്നും പോകുമ്പോൾ പോയത് തന്നെയാണ്, അതിന് പകരം വേറൊന്നും വരുന്നില്ല.
ബറക്കത്തിന്റെ 1-ാം മാസമായ റജബ് 1 വെള്ളിയാഴ്ച രാവും ചേർന്ന് വന്ന ദിവസത്തിൽ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. അതേമാതിരി ഒരു സംഗതി പകരം വരുന്നില്ലല്ലോ. ആൾക്കാർ ഇവിടെ കുറെ ഉണ്ട്, ആൾക്കാരുണ്ടായിട്ട് അതേമാതിരി ഒരു പകരം ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് പകരം എന്ന് പറയാവുന്ന ഒരു സംഗതി അത് ഏതാണെങ്കിലും മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ ലോകത്തോട് വിട പറഞ്ഞു, പകരം വേറൊന്നും വരുന്നില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞു, പകരം വേറൊന്നും വരുന്നില്ല. കണ്ണിയത്തുസ്താദ് വിട പറഞ്ഞു, പകരം വേറൊന്നും വരുന്നില്ല. പോയതിന് പകരം ആ പോയതന്നെ ഉള്ളൂ എന്നതാണ്. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ പ്രസംഗിച്ചു, ഓരോന്നിങ്ങനെ പോകുമ്പോ ഭൂമിയുടെ നിലവാരം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ മൗത്തുൽ ഉലമാഇ വസ്സുലഹാ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടുക എന്നതാണ്. ഇൽമും സിയാദത്തും ഒരുമിച്ച അപൂർവം ആളുകളാണ് ഉണ്ടായിരിക്കുക എന്നൊരിക്കൽ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ അസ്ഹരി തങ്ങളുടെ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അസ്ഹരി തങ്ങൾ പാപ്പാന്റെ അനുസ്മരണ പരിപാടി കുളമംഗലം പള്ളിയിൽ നടന്നപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് വന്നിരുന്നു. 1-ാമത്തെ അനുസ്മരണ പരിപാടി, ആദ്യത്തെ ആണ്ട്. അപ്പൊ ഉസ്താദ് അല്പസമയം സംസാരിച്ചു. ആ സംസാരത്തിന്റെ ചുരുക്കം ഇതാണ്: ഇൽമും സിയാദത്തും ഒരുമിച്ച ആളുകൾ അപൂർവമായിട്ടാണ് വരുന്നത്. ഇവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ അനുസ്മരിക്കുകയുണ്ടായി. എന്നതുപോലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെയാണ് അനുസ്മരിക്കാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇൽമും സിയാദത്തും ഒരുമിച്ച അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് മനസ്സിലാക്കാം. എല്ലാ നിലയിലും സമൂഹത്തെ സമുദ്ധരിക്കുന്നതിൽ റഹ്മത്തിന്റെ മനസ്സുള്ള ഒരു മനുഷ്യൻ. എല്ലാവർക്കും തങ്ങളവരുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എനിക്കും ഒരുപാട് പറയാനുണ്ട്. ഒരിക്കൽ എനിക്ക് ചീത്തയും കേട്ടിട്ടുണ്ട്. അവമാണല്ലോ പറയാ. ചീത്തയായിട്ട് എന്താ വെച്ചാൽ ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ തങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ചീത്ത അറിഞ്ഞു. ഒരു മനുഷ്യനോടൊരു കാര്യം പറയുമ്പോൾ മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം പിന്നെ എന്ത് കാര്യം പറയുമ്പോഴും മനസ്സിലാകുന്ന രൂപത്തിൽ പറയലുണ്ട്. അല്ല ചീത്ത എന്നതിന് പറയാൻ പറ്റുമോന്ന് അറിയില്ല, ഒരു ഉപദേശം. എന്നാലും എനിക്കതൊരു നല്ലൊരു വലിയൊരു സംഭവമായി പറയാനാണ് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയാനുണ്ടാവുന്ന. സത്യത്തിൽ നമുക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം ആറ്റാക്ക എന്ന് പറയാനാണ്. മനസ്സിക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലുന്ന ഒരു വർത്താനം യഥാർത്ഥത്തിൽ അതാണ്. സ്നേഹത്തിന്റെ വചനം എന്നാണ് അതിന് പറയാ. ഉമ്മയാണ് സ്നേഹത്തിന്റെ വചനത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുക എന്നാണ്. ഉമ്മാരാണ് സ്നേഹത്തിന്റെ വാക്ക് പറയുന്നതിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുക. അപ്പൊ നമ്മൾ സ്നേഹത്തിന്റെ വചനമായി ഉപയോഗിക്കുന്ന ആ വാക്ക് പറയാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാനും താല്പര്യം അതന്നെയാണ്, പറയാനും താല്പര്യം അതിനോട് തന്നെയാണ്. ഒരു സമൂഹത്തെ വളരെ അച്ചടക്കത്തിലും കെട്ടുറപ്പിലും ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടും ചെയ്യേണ്ടാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദീർഘകാലം കൊണ്ടു നടന്നു. ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. വലിയൊരു കാഴ്ചപ്പാടിന്റെ ഉടമയൂടിയായിരുന്നു മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് കാണാൻ പറ്റും. എത്ര രാത്രി വൈകിയാണെങ്കിലും ചെന്നാൽ പുറത്തേക്ക് വരുന്നു, കാത്തു നിൽക്കുന്നു, ദുആ ചെയ്യുന്നു, ഏത് ചെറിയ കാര്യങ്ങളും അന്വേഷിക്കുന്നു, ഏത് ചെറിയ കാര്യങ്ങളിലും ഇടപെടുന്നു. കൂടുതൽ ഇടപെടുന്ന ആളുകളെയും അവരുടെ വീടിന്റെ അവസ്ഥകൾ എല്ലാം ഓർത്തു വെക്കുന്നു. അങ്ങനെയൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണഗണങ്ങളാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഈ സന്ദർഭത്തിൽ ഈ വേദി ഹൈദർ അലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുന്നതോടൊപ്പം സുന്നി യുവജന സംഘത്തിന്റെയും SKSSF-ന്റെയും സമസ്തയുടെ എല്ലാ പോഷക ഘടകങ്ങളുടെയും റമദാൻ ക്യാമ്പയിന്റെ ഒരു ഉദ്ഘാടനം കൂടി നടക്കുന്ന വേദിയാണ് എന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് സംഘാടകർ എന്നെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ ഷരീഫ് സമാഗതമാവാൻ പോവുകയാണ്. ഒരു മാസത്തിന് വേണ്ടി 2 മാസത്തെ ഒരുക്കമാണ് യഥാർത്ഥത്തിൽ റജബും ഷാബാനും എന്ന് പറയുന്നത്. വരാനുള്ളത് 1 മാസമാണ്, ഒരുങ്ങാനുള്ളത് 2 മാസമാണ്. റജബും ഷാബാനും 2 മാസം ഒരുങ്ങി 1 മാസത്തിലേക്ക് പോകണം. സൂറത്തുൽ ബഖറയിലെ 185 പരിശുദ്ധമായ റമദാൻ ഷരീഫ് വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു. വിശുദ്ധിയുടെ അറബിയാണ് തഖ്വ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്.
എല്ലാ കാലത്തും മുത്തഖീങ്ങൾ ഉണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴെങ്കിലും നമുക്ക് പറയാൻ തോന്നും, കാലഘട്ടമൊക്കെ മോശമായിട്ടുണ്ട്, എല്ലാവരും കേടുന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആവുള്ളൂ, നേരാവൂല എന്നൊക്കെ പറയാൻ തോന്നാറുണ്ട്. പക്ഷെ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. കാലഘട്ടത്തിനൊന്നും പറ്റിയിട്ടില്ല, എല്ലാവരും കേടുന്നിട്ടില്ല, ഇനി നന്നാവും എന്നൊക്കെയാണ് നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ടത്. പക്ഷെ ചെറിയ നന്മകളെ വലിയ നന്മകളായി കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് നന്നായിട്ടില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം എന്നാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ നന്മകൾ, ആ നന്മകളെയൊക്കെ വലിയ നന്മകളായി കണ്ട് എല്ലാ കാലത്തും വിശുദ്ധന്മാർ മുത്തഖീങ്ങൾ ഉണ്ടാകുമെന്നാണ്. എല്ലാ കാലത്തും ഔലിയാക്കന്മാരുണ്ടാവും, എല്ലാ കാലഘട്ടത്തിലും മുഅ്മിനീങ്ങൾ ഉണ്ടാവും, എല്ലാ കാലത്തും ദുആക്ക് ഇജാബത്തുള്ളവരുണ്ടാവും, എല്ലാ കാലത്തും സാലിഹീങ്ങൾ ഉണ്ടാവും. 2023 മുത്തഖീങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് 2023 നോമ്പുണ്ടായി എന്നതാണ്. കാരണം നോമ്പ് മുത്തഖീങ്ങൾക്കുള്ളതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആന്റെ സംസാരങ്ങൾ എന്നത് വർത്തമാന കാലഘട്ടമാണ്. എന്നോ പറഞ്ഞതല്ല, അള്ളാഹു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ 23 നോമ്പ് നിർബന്ധാക്കിയത് മുത്തഖീങ്ങൾ എന്ന വിശുദ്ധന്മാരുണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 24 നോമ്പ് വന്നാൽ ഉറപ്പിക്കുക 2024 ലോകത്ത് മുത്തഖീങ്ങൾ ഉണ്ട്. പിന്നെ എങ്ങനെ കേടുന്നു എന്ന് പറയാം? നമ്മൾ കുറച്ച് കേടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നൊഴിച്ചാല് നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷെ ചെറിയ നന്മകളെ വലിയ നന്മകളായി കാണാനും അതിനെ പരിപോഷിപ്പിക്കാനും കഴിയണം. അതുകൊണ്ട് ആ തരത്തിൽ റമദാൻ ക്യാമ്പയിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി പറയാനും ദ്യോതിപ്പിക്കാനും നിങ്ങളെല്ലാവരെയും അറിയിക്കാനും കൂടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ചരിത്രങ്ങളെ നമ്മൾ പഠിക്കുന്നത്, മുൻഗാമികളെ അനുസ്മരിക്കുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ സാലിഹീങ്ങളുടെയും താരീഖുകൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, അത് ദിക്റിന്റെ പരിധിയിൽ വരുന്ന ഇബാദത്താണ് എന്നതാണ് ഒന്നാമത്തെ കാരണം. ദിക്റുൽ അംബിയ ഇബാദത്തുൻ ദിക്റുസ് സാലിഹീന കഫാറത്തുൻ എന്ന ദിക്റിന്റെ തഫ്സീറിലെ ഐ ദിക്റു അസ്മാഇഹിം എന്ന് പറഞ്ഞിട്ടുള്ളതായി കാണും. സാലിഹീങ്ങളുടെ പേര് പറയുക എന്നത് ദിക്റിന്റെ പരിധിയിൽ വരും. അമ്പിയാക്കളുടെ പേര് പറയുക എന്നത് ദിക്റിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് ആവർത്തിച്ചു പറയൽ ദിക്റായിത്തീരും. അതാണ് ശരിക്ക് നമ്മൾ ബദർ മൗലിദൊക്കെ ഓതുമ്പോൾ പേരുകൾ ഇങ്ങനെ പറയുന്നത്. അവസാനത്തെ ഹദീസിൽ വദക്കറ ശൈഖുദ്ദാറാനി റഹിമഹുല്ലാ എന്ന് പറഞ്ഞിട്ട് കുറെ പേരിങ്ങനെ പറയും. ഒബിഹാരിസിൻ 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 എന്നിങ്ങനെ കുറെ പേര് പറയും. സജ്ജനങ്ങൾ സാലിഹീങ്ങളുടെ പേര് പറയുക എന്നത് ദിക്റിന്റെ പരിധിയിൽ വരും. എല്ലാ സാലിഹീങ്ങളെ പറയലും അങ്ങനെ തന്നെ, എല്ലാ അമ്പിയാക്കളെ പറയലും അങ്ങനെ തന്നെ. അപ്പോൾ ഇഞ്ഞിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു തസ്ബീഹ് എടുത്തിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചോണ്ടിൽ നിന്ന് കൂലിട്ടിന് ദിക്റിന്റെ പരിധിയിലാണ് അത് വരിക. അനുസ്മരണ പരിപാടി എന്ന യഥാർത്ഥത്തിൽ ദിക്റാണ്. സാലിഹീങ്ങളെ പറയുക എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ് പേര് പറയൽ. സാലിഹീങ്ങളെ പറയുക എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം താരീഖ് പറയലാണ്, അവരുടെ ചരിത്രം പറയലാണ്. ചരിത്രം പറയുന്നത് 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ചരിത്രം പറഞ്ഞാൽ ചില മനസ്സുറപ്പ് കിട്ടും എന്നതാണ് കാരണം. മുൻഗാമികളെ പറ്റി പറഞ്ഞാൽ ചില മനസ്സുറപ്പ് കിട്ടും നമുക്ക്. അങ്ങനെ ഇരുന്നില്ലേ മനസ്സണ്ട് ഉറക്കും. ഞാൻ ഇപ്പോൾ ഈ അടുത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെ താരീഖിൽ ഒരു സംഭവം വായിച്ചു. കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തുന്ന പള്ളിയിൽ ഒരു ദിവസം നാട്ടുകാർ മഴയില്ലാത്തതിൽ പരാതി പറഞ്ഞു. മഴയില്ലായിട്ട് വലിയ വിഷമാണ് കാരണം. ഇശാംസ്കാരം കഴിഞ്ഞിട്ട് കണ്ണിയത്ത് ഉസ്താദ് മഴയ്ക്ക് വേണ്ടിയിട്ട് തോരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തില്ല. സുബഹി നിസ്കാരത്തിന് പള്ളിക്ക് ആളുകൾ വന്നപ്പോൾ കമ്മിറ്റിപ്പെട്ട ഒരു തമാശക്കാരൻ, അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ ഒരു തമാശ ഉള്ള ആള്, വിരല് മാത്രം ഇങ്ങനെ കുത്തിങ്ങാണ്ട് നടന്നു, മടമ്പ് തട്ടിക്കാതെ. അപ്പോൾ ഒപ്പമുള്ള ആൾക്കാർ ചോദിച്ചു, എന്താ അങ്ങനെ നടക്കണമെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മഴ അങ്ങോട്ട് പെയ്തിട്ട് ചളിയോണ്ടേ എന്ന് പറഞ്ഞു. സംഗതി മഴ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വിവരം കണ്ണിയത്ത് ഉസ്താദ് അറിഞ്ഞപ്പോൾ പറഞ്ഞു, തരേ ജിന്നോട് ചോദിച്ചാൽ ഉത്തരം തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചോദിച്ചതിൻ്റെ ഉത്തരമായ മഴയോട് തന്നാൽ ഇനി കണ്ണിയത്താകുമ്പോൾ ദർശെടുത്തുള്ളൂ എന്ന് പറഞ്ഞ് മഴ പെയ്തിട്ടാ പിന്നെ ദർശെടുത്തിയത്. ഇത് എന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനത്തെ താരീഖ് ഇങ്ങനെയാണ് കേൾക്കുമ്പോൾ നമുക്ക് കൽബിന് ഒരു ഉറപ്പിന് കിട്ടും. പി മുഹമ്മദ് ഫൈദി, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ,
ഹൈദരലി ശിഹാബ് തങ്ങളെ പറ്റി പറഞ്ഞ ഒരു കഥ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നുണ്ട്. നമ്മളെ ഇർഷാദുൽ യാഫീന്റെ ഒരു ഷറഹ് പഴയ കാലത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ ദാറുൽ ഹുദയിൽ പ്രിന്റ് ചെയ്തിരുന്നു. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇർഷാദ് എന്ന കിതാബിന്റെ ഒരു ഷറഹ്. അങ്ങനെ ആ ഷറഹ് പ്രിന്റ് ചെയ്ത് അതിന്റെ വിതരണം കഴിഞ്ഞു, പൈസയൊക്കെ കിട്ടി. അതിന്റെ കണക്കും അത് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടും കൂടിയും ചെറിയൊരു ബാഗിലാക്കിയിട്ട് പി മുഹമ്മദ് വൈസി നേരിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്. നമ്മളെ റഹ്മത്തുള്ളാഹി ഖാസിമിയൊക്കെ പറയും പോലെ ഈ ചെവി കൊണ്ട് കേട്ടതാണ് അർത്ഥം. പിന്നെ അതിന്റെ ഓഡിറ്റ് ചെയ്ത കണക്കും ഇതിന്റെ കണക്കോ കൂടി ഒരു ചെറിയ ബാഗിൽ, ഈ മുമ്പ് ഉസ്താദന്മാരുടെ അടുത്തൊക്കെ ചെറിയൊരു ബാഗ് ഉണ്ടാവും, ഹൈദർ സോലിയുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ചെറിയൊരു ബാഗ് ഉണ്ടാവും. അപ്പൊ ഈ ഓഡിറ്റ് ചെയ്ത കണക്കോ റിപ്പോർട്ടോ കൂടിയും ആ ബാഗിലാക്കിയിട്ട് പി മുഹമ്മദ് വൈസി കോട്ടക്കൽ താഴെയുള്ള ആചാര പള്ളിക്ക് ഒരു ദിവസം രാത്രി കടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ബാഗ് കാണാനില്ല. അതിൽ പി ഉസ്താദ് ആകെ ബേജാറായി. കാരണം ഈ ബാഗിൽ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുണ്ട്, ബാക്കിയുള്ള പൈസയുണ്ട്, കണക്കുണ്ട്, എല്ലാം ഉണ്ട്. കണക്ക് വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം. ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് പോയാൽ എത്രയെ മുക്കിയത് എന്ന് ഒരു പിടുത്തമില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആകെ ബേജാറായി. രാവിലെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അകത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ടത് പി മുഹമ്മദ് വൈസിനെയാണ്. അപ്പൊ ചോദിച്ചു, ഇത്ര എന്തേ പി പോകുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആ ഇർഷാദുൽ യാഫീന്റെ ഷറഹ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തതിന്റെ കണക്കും അതിന്റെ ബാക്കി പൈസയും ആ ഓഡിറ്റ് റിപ്പോർട്ടും ഒക്കെ കൂടിയുള്ള ബാഗ് കോട്ടക്ക താഴെ ആചാര പള്ളിയിൽ ഞാൻ കടന്നിറങ്ങി ഇന്നലെ രാത്രി. നേരം വെളുത്തപ്പോൾ കാണാനില്ല. പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ആ കണക്കിന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ഫാത്തിഹ എന്ന് പറഞ്ഞാണ്ട് ഫാത്തിയോതിങ്ങാണ്ട് ദുആ ചെയ്ത് നിങ്ങൾ പൊയ്ക്കോളി കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പി മുഹമ്മദ് വൈസി അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മലപ്പുറം താഴെ അങ്ങാടിയിലെത്തിയ സമയത്ത് ഹസൻ ഷെരീഫ് ഗുരുക്കൾ കാറിൽ പോണുണ്ടെന്ന്. അന്ന് അപൂർവമായി കാറുള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. എനിക്ക് നിർത്താൻ സമയമായിട്ടുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങളെ അടുത്തുനിന്ന് പി മുഹമ്മദ് വൈസി ഇങ്ങനെ വരുന്ന സമയത്ത് ഹസൻ ഷെരീഫ് ഗുരുക്കൾ കാറിൽ പോകുന്നത് കണ്ടു. അപൂർവമായി കാറുള്ള ആൾക്കാരിൽ പെട്ട ഒരാളായിരുന്നു ഹസൻ ഷെരീഫ് ഗുരുക്കൾ. അപ്പോൾ പി മുഹമ്മദ് വൈസിനെ കണ്ടപ്പോ ഷെരീഫ് ഗുരുക്കൾ വണ്ടി നിർത്തിയിട്ട് പിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, തരാ പിയെ ഇങ്ങളടുത്ത് ഉണ്ടായിരുന്നില്ല ആ ഒരു കറുത്ത ചെറിയ ബാഗ്, അതുണ്ട് കോട്ടക്കൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണോടത്ത് അരിച്ചാലിൽ കിടക്കണു. ഞാൻ ഇപ്പം കാറിൽ പോന്നപ്പോൾ കണ്ടതാണ്, ഇങ്ങളതാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല, സംഗതി അവിടെ കിടക്കുന്നുണ്ട്. പി മുഹമ്മദ് വൈസി പറഞ്ഞു അതിൻ്റെ തന്നെയാണ് പറഞ്ഞു. വേഗം കോട്ടൊക്കെ പോയി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണോടത്ത് അരിച്ചാലിൽ ബാഗ് ഉണ്ട്, കണക്കുണ്ട്, പൈസ ഇല്ല, കണക്കുണ്ട്, ബാഗും ഉണ്ട്. വേഗം ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടുത്ത് തന്നെ ചെന്നിട്ട് പറഞ്ഞു, തങ്ങളോപ്പ ബാഗും കിട്ടിയിട്ടുണ്ട്, കണക്കും കിട്ടിയിട്ടുണ്ട്, പൈസ ഇല്ല എന്ന് പറഞ്ഞത്രേ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭം ആ പ്രത്യേകമായ പി മുഹമ്മദ് വൈസി പറഞ്ഞ ആ കഥ ഓർത്തു പോവുകയാണ്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വഫാത്തായിട്ടും നമ്മൾ മഹാനവറുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് കേൾക്കാൻ ആളുകൾ കൂടുന്നു, അതിനുവേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നത് ആ വലിയ മനുഷ്യന്റെ മഹത്വത്തെ അറിയിക്കുന്നതാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാടാമ്പുഴം മൂസ ഹാജിയെ അനുമോദിക്കുന്ന ആദരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. നേരത്തെ അറിയാമെങ്കിലും അടുത്തിടപഴകാൻ അവസരമുണ്ടായത് വാദിനൂറിൽ വെച്ചുകൊണ്ടായിരുന്നു. വളരെ അടുത്തിടപഴകി, ഒന്നിച്ച് കിടന്നുറങ്ങിയും ഒന്നിച്ച് യാത്ര ചെയ്തും അതിനുശേഷം എവിടെ നിന്ന് കാണുമ്പോഴും പരിചയം പുതുക്കിയും നമ്മളൊക്കെ ഇപ്പോൾ വലിയ അവസ്ഥയിലെത്തിയെങ്കിലും അങ്ങനെ എത്താത്തൊരു കാലം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു മീനും ഒരു ഭക്ഷണമൊക്കെ വാങ്ങി തന്ന ആൾ കാടാമ്പുഴ മൂസ ഹാജിയാണ് എന്ന കാര്യം കൂടി ഇവിടെ അനുസ്മരിക്കാൻ, ഇവിടെ പറയാൻ ഈ സന്ദർഭം അതിന് അനുയോജ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. വൈകിയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഹൈദരലി ശിഹാബ് തങ്ങളോടൊപ്പം അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും ദുആ ചെയ്തും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.